मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എന്റെ എല്ലാ മക്കളും പബ്ലിക് എക്സാമിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരീക്ഷയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ വരുന്ന പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം എന്റെ മക്കൾ റെഡി അല്ലേ अच्छा बच्चों सवाल देखिए यस जल संरक्षण की आवश्यकता पर नारे बनाए എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് എന്ത് ചെയ്യാം നമുക്ക് മുദ്രാവാക്യം ഉണ്ടാക്കാം അല്ലെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തിയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് അതിന്റെ മാർക്ക് എന്ത് ചെയ്യണം കരസ്ഥമാക്കണം അപ്പൊ എന്തായിരിക്കും ഒരു മുദ്രാവാക്യം ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മോട് ചോദിക്കുക റെഡിയല്ലേ അപ്പൊ ഇവിടെ എന്താണ് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജല സംരക്ഷണവുമായിട്ടാ അല്ലെ ചോദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കൂ ജൽ എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും അറിയാം എല്ലാ മക്കൾക്കും അറിയാം അത് ജലമാണ് വെള്ളം അല്ലെ പാനി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ അത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അതിന്റെ അർത്ഥം ഐഡന്റിഫൈ ചെയ്യാം സംരക്ഷൺ അല്ലെ സംരക്ഷൺ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് എന്ത് അതിന്റെ അർത്ഥം അല്ലെ ആവശ്യകതയെ കുറിച്ച് അല്ലെ ആവശ്യകത എന്നുള്ളതിലും അതിന്റെ വാക്കിന്റെ അർത്ഥം ഉണ്ടായിരിക്കും അല്ലെ പിന്നെ അതേപോലെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ആ ഒരു സംഭവമാണ് മുദ്രാവാക്യത്തിന് എന്താ പറയുക എന്നുള്ളത് അല്ലെ ഞാരല്ലേ മുദ്രാവാക്യം അല്ലെ ഞാര എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം മുദ്രാവാക്യം എന്നുള്ളത് ഇത് നമുക്ക് പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ റെഡിയല്ലേ അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യം കണ്ട് ഒരു തവണ നമുക്ക് വായിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും പെട്ടെന്ന് അതിന്റെ ആ ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇതിന് ഉത്തരം കണ്ടെത്തുക നമുക്ക് നോക്കിയാലോ അപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എന്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരം തന്നിട്ടുണ്ടാവും ഇവിടെ എന്താ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഉത്തരം എന്താണ് മക്കളെ യെസ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് ജൽ ഹേ തോ കൽ ഹേ ജൽ എന്ന് പറഞ്ഞാൽ ജലമാണ് കൽ എന്ന് പറഞ്ഞാൽ നാളെ എന്നാകുന്നു അല്ലേ അപ്പൊ എന്താണ് വെള്ളമുണ്ടെങ്കിലേ എന്തുണ്ടാകുള്ളൂ നാളെ ഉണ്ടാവുകയുള്ളൂ അല്ലെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് കണ്ടെത്താം അല്ലെ വെള്ളമുണ്ടെങ്കിലേ നാളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ നമുക്ക് എന്ത് ചെയ്യാണ് ഒരുപാട് ദിവസവും ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ വെള്ളം നമുക്ക് എന്താണ് അനിവാര്യമാണ് റെഡി അല്ലേ മക്കളെ അപ്പൊ ജൽ ഹേ തോ കൽ ഹേ വെള്ളമുണ്ടെങ്കിലേ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുകയുള്ളൂ ക്ലിയർ അല്ലേ മക്കളെ അപ്പൊ ഒന്ന് നമുക്ക് എന്ത് ചെയ്തു ചോദ്യത്തിൽ തന്നെ നമുക്ക് തന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഉത്തരം നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മനോഹരമായിട്ടുള്ള ഒരു കള്ളി നമുക്ക് എന്ത് ചെയ്യാം വരക്കാം അല്ലേ ഇനി നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തുക എന്ന് നോക്കാം വെള്ളമില്ലെങ്കിൽ നാം ഇല്ല എന്ന് നമുക്ക് പറഞ്ഞൂടെ അപ്പൊ അതെങ്ങനെ എഴുതാം എന്നുള്ളത് മാഷ് എന്ത് ചെയ്യുന്നു എഴുതി കാണിക്കുന്നു എന്റെ മക്കള് ശ്രദ്ധയോടുകൂടി നോക്കൂ യെസ് നോക്കൂ മക്കളെ വെള്ളമില്ലെങ്കിൽ നാം ഇല്ല അല്ലേ നമുക്ക് അങ്ങനെ പറയാം ജൽ പറയൂ മക്കളെ ജൽ യെസ് ജൽ നഹി അല്ലേ जल नहीं तो हम जल नहीं तो हम नहीं വെള്ളമില്ലെങ്കിൽ ഹം നഹി നമ്മളില്ല ഞാമില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം വെള്ളം നമുക്ക് എന്താണ് ജീവിക്കാൻ അനിവാര്യമായിട്ടുള്ള അനിവാര്യമാണ് നമുക്ക് ജീവിക്കാൻ റെഡി അല്ലേ മക്കളെ ഇനി നമുക്ക് അടുത്തത് എന്ത് എഴുതാം നമുക്ക് എന്ത് ചെയ്യണം മനോഹരമായിട്ടുള്ള അതേപോലെയുള്ള ഒരു കള്ളി നമുക്ക് എന്ത് ചെയ്യാം വരക്കാം നമുക്ക് എന്ത് എഴുതാം വെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം യെസ് ജൽ ജൽ ജീവൻ ജൽ ജീവൻ ഖാ ആധാർ ആധാർ ജൽ ജീവൻ ഖാ ആധാർ എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞാൽ ജലം ജീവന്റെ ആധാർ എന്ന് പറഞ്ഞാൽ എന്താ യെസ് അടിസ്ഥാനം ആധാർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ യെസ് അടിസ്ഥാനം ജലം ജീവന്റെ അടിസ്ഥാനമാണ് അടിസ്ഥാനം എന്ന് നമുക്ക് എന്ത് ചെയ്യാം
പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടെണ്ണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞല്ലോ. റെഡി അല്ലേ? യെസ് മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തേത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. എന്റെ മക്കൾ ശ്രദ്ധിക്കൂ. മൂന്നാമതായി ഒരു ഞാരെ നമുക്ക് എന്ത് ചെയ്യാം? തയ്യാറാക്കാം. നോക്കൂ. യെസ്, മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കള്ളി വരക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. റെഡി വെച്ചോ. ദേക്കിയേ, മൂന്നാമതായി നമുക്ക് എന്ത് ചെയ്യാം? ജൽ ഹി ജീവൻ ഹേ. യെസ്, എന്താണ്? ജൽ ഹി ജീവൻ ഹേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? ഇത്തരത്തിലുള്ള ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്താം? ഇത് എഴുതാം. ജൽ ഹി ജീവൻ ഹേ. ക്ലിയർ അല്ല മക്കളെ? ഇനി നമുക്ക് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൂന്നെണ്ണം ഒക്കെ എന്ത് ചെയ്താൽ മതിയാകും? എഴുതിയാൽ മതിയാകും. ഓക്കെ ആണോ മക്കളെ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഇത്തരത്തിലൊന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ബൂന്ത് അല്ലെ? ബൂന്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ബൂന്ത് അല്ലെ? എന്താണ് മക്കളെ ബൂന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബൂന്ത് അല്ലെ? വെള്ളത്തുള്ളി അല്ലെ? ബൂന്ത് കാ സംരക്ഷൺ അല്ലെ? ജീവൻ കാ അല്ലെ? ജീവൻ का संरक्षण है അല്ലേ? നമുക്ക് പറഞ്ഞൂടെ? സംരക്ഷൺ എന്താ മക്കളെ? എങ്ങനെ പറഞ്ഞാൽ? ബൂന്ത് കാ സംരക്ഷൺ. എന്താണ്? ഓരോ തുള്ളിയുടെയും സംരക്ഷണം. എങ്ങനെയാണ്? ജീവൻ കാ സംരക്ഷൺ അല്ലേ? ജീവൻ കാ സംരക്ഷൺ, ജീവന്റെ സംരക്ഷണമാണ് ഓരോ തുള്ളിയുടെയും സംരക്ഷണം. ജീവന്റെ എന്താകുന്നു? സംരക്ഷണമാകുന്നു. ക്ലിയർ ആണോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ എഴുതിക്കൂടെ? ആദ്യം നമുക്ക് എന്ത് തന്നു? ഉദാഹരണമായിട്ട് ജൽ ഹേ തോ കൽ ഹേ. വെള്ളമില്ലെങ്കിൽ നാളെ ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്തു? ആദ്യം തന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജൽ നഹി തോ ഹം നഹി നമുക്ക് എഴുതി. അതിനുശേഷം ജൽ ജീവൻ കാ ആധാർ അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? അത് എഴുതി. അതേപോലെ ജൽ ഹി ജീവൻ ഹേ. അതേപോലെ നമ്മൾ എന്ത് ചെയ്തി? ബൂന്ത് കാ സംരക്ഷൺ, ജീവൻ കാ സംരക്ഷൺ. ക്ലിയർ ആണോ മക്കളെ? റെഡിയാണോ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്താണ് ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് മുദ്രാവാക്യം എഴുതാൻ പറഞ്ഞാൽ ഇത്തരത്തിൽ സിമ്പിളായി നമുക്ക് എഴുതിയിട്ട് മുഴുവൻ മാർക്കും ഈ വരുന്ന പബ്ലിക് പരീക്ഷയിൽ എന്റെ മക്കൾ നേടുകയല്ലോ മക്കളെ? റെഡിയല്ലേ മക്കളെ? റെഡി. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾക്ക് പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോയുമായി മാഷ് വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.